ഹലോ ഹായ്, മുബഷിറാണ്. അജ്മീർ രാജസ്ഥാനിലെ സൂഫിസത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുണ്യസ്ഥലമാണ് അജ്മീർ. ഖാജ മുഹൈനുദ്ദീൻ ചിശ്തി എന്നവരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അജ്മീർ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിൽ നിന്ന് ഏകദേശം 48 മണിക്കൂറോളം യാത്ര ചെയ്ത് അജ്മീറിൽ പോയി തിരിച്ചെത്തുക എന്നുള്ളത് ഇന്ന് പല ആളുകൾക്കും ഒരു ചെറിയ പേടിയുടെ ഭാഗം കൂടിയാണ്. എന്നാൽ അജ്മീറിൽ പോകുന്നതിന് ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ തനിച്ച് നിങ്ങൾക്ക് എങ്ങനെ പോയി വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. അജ്മീറിലേക്ക് പോകുന്നത് എവിടെ നിന്നാവണം, എങ്ങനെ പോകണം, എവിടെ താമസിക്കണം, എന്തെല്ലാം കാണാനുണ്ട് എന്നിവയെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് രാജസ്ഥാനിൻ്റെ മാപ്പ്. 50 ഡിസ്ട്രിക്റ്റുകളാണ് രാജസ്ഥാനിലുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലാകെ 14 ജില്ലകളേ ഉള്ളൂ. അപ്പോൾ 50 ജില്ലയുള്ള രാജസ്ഥാൻ്റെ വലിപ്പം എത്രയായിരിക്കും എന്നുള്ളത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റേറ്റിലൊന്നാണ് രാജസ്ഥാൻ. നമ്മൾ കാശ്മീരും അതുപോലെ തന്നെ കുളു മണാലിയൊക്കെ പോകുമ്പോൾ കുറച്ച് സമയത്തേക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു വൈബായിരിക്കും. പക്ഷെ രാജസ്ഥാൻ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം അറിയാൻ, അതല്ലെങ്കിൽ ഇന്ത്യ എന്തായിരുന്നു എന്നറിയാൻ നമ്മൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട പോവേണ്ട ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. നമ്മളുടെ വീഡിയോസിൽ ഓരോന്നിലും രാജസ്ഥാനിലെ പല സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ കൂടുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കാലിക്കറ്റിൽ നിന്ന് അജ്മീറിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ നോക്ക്, നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണിത്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ അവിടെ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോയി നേരെ രാജസ്ഥാനിലെത്തി. രാജസ്ഥാന്റെ മധ്യഭാഗത്ത് ഇവിടെയാണ് അജ്മീർ എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള വലിയന്റെ ശവകുടീരമുള്ള, അതല്ലെങ്കിൽ ഖബർസ്ഥാനുള്ള സ്ഥലം. ഇവിടത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, രാജസ്ഥാൻ എവിടെയാണ് എന്നുള്ള ചെറിയൊരു പിക്ചർ ജിയോഗ്രഫിക്കലായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മാപ്പ് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 2600ഓളം കിലോമീറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരൊറ്റ യാത്രയിൽ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജിയോഗ്രഫിക്കലായിട്ട് ആരവല്ലി മലനിരകളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭംഗി നമുക്ക് ഈ അജ്മീറിനടുത്തുള്ള പുഷ്കർ ഇവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരവല്ലി മലനിരകളുടെ ഏറ്റവും മധ്യഭാഗത്തായി ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 486 അടി ഉയരത്തിലാണ് അജ്മീർ എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടത്തേക്ക് പോകുന്ന സമയം ഏറ്റവും മനോഹരമായിട്ട് ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാജസ്ഥാൻ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് പോയി വരാൻ കഴിയും. കാരണം ഇവിടുത്തെ ഒരു അരണ്ട കാലാവസ്ഥയായിരിക്കും എല്ലാ സമയവും. ചൂടാണെങ്കിൽ വലിയ രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ചൂടായിരിക്കും, നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. എന്നാൽ തണുപ്പാണെങ്കിലോ കഠിനമായിട്ടുള്ള തണുപ്പുമായിരിക്കും രാജസ്ഥാനിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ അജ്മീറിലേക്ക് എത്തിപ്പെടാൻ കേരളത്തിൽ നിന്ന് നിർഭാഗ്യവശാൽ ഒരൊറ്റ ട്രെയിൻ മാത്രമാണ് ഉള്ളത്. അത് മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അജ്മീറിലേക്ക് പോകുന്ന വീക്ക്ലി മാത്രമുള്ള ഒരു ട്രെയിൻ മാത്രമാണ് നമുക്കുള്ളത്, മരുസാഗർ എക്സ്പ്രസ്. അത് കാലിക്കറ്റ്, ഞാൻ എൻ്റെ യാത്ര നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അജ്മീറിൽ പോയി വന്നതുകൊണ്ട് കാലിക്കറ്റ് നിന്നായിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബേസ് ചെയ്തിട്ടുള്ള യാത്രയാണ്. പക്ഷേ ആ ട്രെയിൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് ആണ് അജ്മീറിലേക്കുള്ള ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുക്കുന്നത്. എന്നാൽ കോഴിക്കോട് കോഴിക്കോട് എത്തുന്ന സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഏർലി മോർണിംഗ്, അതായത് തിങ്കളാഴ്ച രാവിലെ 12:15 അത് കോഴിക്കോട് ആ ട്രെയിൻ എത്തിപ്പെടുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് മരുസാഗർ എക്സ്പ്രസ് ആണ്. മരുസാഗർ എക്സ്പ്രസിന്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് 12977.
എന്ന ട്രെയിൻ നമ്പറാണ് മരുസാഗർ എക്സ്പ്രസിന്. ഏകദേശം 48 മണിക്കൂറോളം. അത് നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ 12:15 ഏകദേശം ഒരു 15 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 ദിവസം മുമ്പൊക്കെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ AC-യിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു 1 month ബിഫോർ ഒക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം സ്ലീപ്പറിൽ നമുക്ക് ഒരു 30-ൽ താഴത്ത് വെയിറ്റിംഗ് ലിസ്റ്റിലും നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഏകദേശം 48 മണിക്കൂറാണ് ഉള്ളത്. ഞായറാഴ്ച രാത്രിയിൽ, അതായത് തിങ്കളാഴ്ച രാവിലെ ഏർലി മോർണിംഗ് കാലിക്കറ്റ് എത്തും 12:15. അത് ചൊവ്വാഴ്ച 2:30 കൂടി, അതായത് തിങ്കൾ ഫുൾ ഡേ ഓവർനൈറ്റ് ജേർണി കഴിഞ്ഞ് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 കൂടിയാണ് അത് അജ്മീറിലെത്തുന്നത്. പിന്നെ ഇനി നമ്മൾ അതേ ട്രെയിൻ തന്നെയാണ് തിരിച്ചു വരുന്നത് എങ്കിൽ അജ്മീർ എക്സ്പ്ലോർ ചെയ്ത് അജ്മീർ ദർഗാ ഷരീഫിലെ സിയാറത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നത് അതേ ട്രെയിനിൽ തന്നെയാണ് എങ്കിൽ ആ ട്രെയിൻ നമ്പർ സെയിം മരുസാഗർ എക്സ്പ്രസ് ആണ് 12978 അജ്മീർ ടു എറണാകുളം. അത് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കാം, അതല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2600 കിലോമീറ്ററോളമാണ് ഈ ട്രെയിൻ യാത്ര നടത്തുന്നത്. 30-ൽ കൂടുതൽ സ്റ്റോപ്പുകളാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് കയറി കഴിഞ്ഞാൽ അജ്മീർ എത്തുന്നതിന് മുമ്പ് 30-ൽ കൂടുതൽ സ്റ്റോപ്പുകളാണുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ട്രെയിൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ട്രെയിൻ മാർഗം നമ്മൾ അജ്മീറിലെത്തുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് എത്രയും പെട്ടെന്ന് പോയി വരണം, അല്ലെങ്കിൽ 2 ദിവസം ഒന്നും ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളവർക്ക് ബൈ ഫ്ലൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാത്ര ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് എങ്കിൽ ബാക്കിയൊന്നും നമുക്ക് തടസ്സമാവില്ല എന്നുള്ളതാണ്. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട്. കൊച്ചിയിൽ നിന്നൊക്കെ ഒട്ടനവധി ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഡൽഹിയിലേക്കുണ്ട്. ഡൽഹിയിൽ നിന്ന് 5 മണിക്കൂറിനുള്ളിലായി നമുക്ക് അജ്മീറിലെത്താൻ സാധിക്കുന്നതാണ് ബൈ ട്രെയിൻ. അതല്ല, നമ്മളെ തൊട്ടടുത്ത അഹമ്മദാബാദ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അഹമ്മദാബാദിലേക്ക് നമുക്ക് ബൈ ട്രെയിൻ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ട്രെയിനിലേക്ക് നമുക്ക് ട്രെയിനിൽ പോവാം. ഞാൻ പറഞ്ഞു വന്നത്, മരുസാഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ അത് വീക്ക്ലി 1 ആണെങ്കിലും അതിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി ഇല്ല എങ്കിൽ ബൈ അഹമ്മദാബാദ് വഴി പോവാം. അതല്ല, ട്രെയിനിന് തന്നെ ഡെയിലി 2 ട്രെയിനോളം കോഴിക്കോട് നിന്നുണ്ട്. ട്രെയിനിന് നമുക്ക് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് നേരെ അജ്മീറിലേക്ക് പോകാം. ഞാൻ തൊട്ട് മുമ്പ് ഒരു രാജസ്ഥാൻ യാത്ര നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാജസ്ഥാൻ യാത്ര ഞാൻ 10 ദിവസം മുമ്പ് മാത്രമാണ് ഡിസൈഡ് ചെയ്തത്. യാത്രയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മുൻകൂട്ടി 1 മാസം മുമ്പ് 2 മാസം മുമ്പ് ഒന്നും യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അത് അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ തന്നെ അത്ര മനോഹരമാവണം എന്നുമില്ല. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസുകളും നമ്മൾ ഫേസ് ചെയ്യേണ്ടിണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ മടുക്കപ്പെടും. അതല്ലെങ്കിൽ അത് ഒരു വല്ലാത്തൊരു ടെൻഷനായി നമ്മളിങ്ങനെ മൈൻഡിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മളെ യാത്ര മുമ്പോട്ട് പോവില്ല. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ടൗണിലാണ്. കോഴിക്കോട് KSRTCയിൽ ബസ് ഇറങ്ങിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം സമയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് നിന്ന് മാനാഞ്ചിറയൊക്കെ ഒരു 1000 വട്ടം നമ്മൾ കണ്ടതാണ്. എന്നാലും ആ പോക്കിൻ്റെ ഇടയിൽ മാനാഞ്ചിറ ഒന്ന് കാണുക എന്ന് പറഞ്ഞത് അതൊരു മലബാറിൻ്റെ സാമൂതിരിയുടെ കഥയൊക്കെ പറയുന്ന നമ്മൾ ആ മലബാർ മാനാഞ്ചിറ കാണുക ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് 12977 ആണ്. കാലിക്കറ്റ് ടു അജ്മീർ, അതായത് ഈ ട്രെയിൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. എവറി വീക്കില് മൺഡേ 12:15 രാവിലെ 12:15 ഈ ട്രെയിന് എവിടെ എത്തുന്നത്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മരുസാഗർ എക്സ്പ്രസ്. അത് പ്ലാറ്റ്ഫോം നമ്പർ 4-ലായിരുന്നു എനിക്ക് അന്ന് ആ ട്രെയിൻ വന്നത്. എനിക്ക് തോന്നുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെയാണ് വരിക എന്നുള്ളത്. യാത്രയുടെ മുമ്പ് നമുക്ക് വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മുൻകൂട്ടി വാങ്ങി വെക്കുക. കാരണം 12:15 നമ്മൾ വണ്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
നമ്മൾ നേരെ ഉറക്കത്തിലേക്ക് പോകും. ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ ട്രെയിനിലെ ഭക്ഷണം പിടിച്ചു എന്ന് വരില്ല. പക്ഷേ നമുക്ക് ജിയോഗ്രഫിക്കലായിട്ട് നമ്മൾ എവിടെ എത്തി എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ട്രെയിനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല മൊബൈൽ ആപ്ലിക്കേഷൻസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തുനിന്നുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ KFC പുറത്തുനിന്നുള്ള, അതേപോലെ ബാർബിക്യൂ, അങ്ങനത്തെ നോൺ വെജ് ഫുഡുകളൊക്കെ എന്താ പറയുക ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും വളരെ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ്, ഞാൻ 10 ദിവസം മുമ്പാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അതിലൊരു 8 ദിവസവും ഞാൻ യാത്രയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ സമയമെടുത്തത്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഏതൊക്കെ ജില്ലകൾ ക്രോസ് ചെയ്യുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ പോകുന്നു, അവിടുത്തെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ചരിത്രം എന്താണ്, ഇതൊക്കെ എനിക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഐഡിയ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഐഡിയയോട് കൂടി നമ്മൾ ആ സ്ഥലം കാണുകയാണെങ്കിൽ, അതിൻ്റെ ചരിത്രം അറിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ആ സ്ഥലം മനോഹരമായിട്ട് തോന്നും എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള റൂട്ടിലൂടെ, കൊങ്കൺ പോലത്തെ റൂട്ടിലൂടെയാണ് നമ്മളെ ട്രെയിനൊക്കെ പോകുന്നത്. അതൊക്കെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. അജ്മീർ നമ്മൾ ഗുജറാത്തിലൂടെ പോകുന്ന സീനാണിത്. ഗുജറാത്തിലൊക്കെ നമ്മൾ സത്യത്തിൽ കാണേണ്ടതാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയില്ല, ഗുജറാത്തൊക്കെ വികസനത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ കടന്നു പോകും. അറിയാത്ത ഒത്തിരി റെയിൽവേ സ്റ്റേഷനിലൂടെ, പേരുകൾ ചിലപ്പോൾ വായിക്കാൻ കിട്ടാത്ത റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഏതൊക്കെ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇന്നൊക്കെ ഉണ്ട് എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ രാജസ്ഥാനിൽ കയറിയപ്പം ആദ്യം എനിക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് താലിയായിരുന്നു. പക്ഷേ ട്രെയിനിൽ നിന്ന് വാങ്ങിയ താലി സത്യത്തിൽ എനിക്കതൊരു എന്തായിരുന്നു, താങ്ങലായിരുന്നു എന്നുള്ളതായിരുന്നു. രുചി ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഡിഷസ് ഒന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്കതൊക്കെ എന്താണ്, അവൈലബിൾ ആണ് എന്നാണ്. അങ്ങനെ 48 മണിക്കൂറിനടുത്തുകൊണ്ട് ഞാൻ എവിടെ എത്തി, അജ്മീറിലെത്തി. അജ്മീർ ദർഗ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്പേസ് ആണ്. പക്ഷെ 2-3 കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങനെ 2 ദിവസത്തെ 48 മണിക്കൂറിനടുത്ത യാത്രയോടുകൂടി ഞാൻ ഏകദേശം അജ്മീർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തിയാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിയാത്ത അതല്ലെങ്കിൽ അവിടെ ലോക്കലി ഉള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ വഴി ചോദിക്കരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുക ഇത്തരത്തിലുള്ള സ്ഥലത്താണ്. അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പോ അതല്ലെങ്കിൽ അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സിനോടോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി അവർ പറഞ്ഞു തരും എങ്ങോട്ടാണ് അജ്മീർ ദർഗ പോകേണ്ടത് എന്നുള്ളത്. അത് ഒരു മാർക്കറ്റിൻ്റെ ഇടയിലാണ് ഈ അജ്മീർ ദർഗ സ്ഥിതി ചെയ്യുന്നത്. നിസാം ഗേറ്റ് ആണ് പ്രധാനപ്പെട്ട അജ്മീർ ദർഗയുടെ ഗേറ്റ് എന്ന് പറയുന്നത്. 3 ഗേറ്റുകളാണ് നമുക്ക് സാധാരണ അവിടെ പിൽഗ്രിമേഴ്സിന്, അതല്ലെങ്കിൽ ആ ഒരു ശവകുടീരം, അതല്ലെങ്കിൽ ആ ദർഗ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് കയറാനുള്ളത്. അതിൽ നിസാം ഗേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചെപ്പലുകൾ ഒരിക്കലും അവിടെ അലൗഡ് അല്ല. ഒരു ചെരുപ്പ് ഊരാൻ വേണ്ടി മറ്റൊരു കാല് പൊക്കുകയോ അല്ലെങ്കിൽ ഷൂവിൻ്റെ ലേസ് കെട്ടാൻ വേണ്ടിയിട്ട് കാല് പൊക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ക്ഷണത്തിൽ നിങ്ങളുടെ ഷൂ, അതേപോലത്തെ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്സിങ്സ് ഒക്കെ അടിച്ചു മാറ്റിപ്പോവും. അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കണം നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, നിങ്ങളുടെ വാച്ചാണെങ്കിലും കണ്ണടയാണെങ്കിലും മൊബൈലാണെങ്കിലും എല്ലാം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലൂടെ നടന്ന് നമ്മൾ നിസാം ഗേറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള നിസാം ഗേറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. കാലിഗ്രാഫി ചെയ്തിട്ടുള്ള, അതല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള നിസാം ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഈ ഗേറ്റിലൂടെ ചെരുപ്പ്, ഷൂ ആണെങ്കിൽ ഷൂ നിസാം ഗേറ്റിന്റെ മുമ്പിൽ കീപ്പ് ചെയ്യില്ല. തൊട്ടപ്പുറത്തെ വേറൊരു ഗേറ്റ് ഉണ്ട്, അവിടെ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ചാർട്ട് എന്ന് പറയുന്നത് ദർഗാ ഷെരീഫ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിന്റെ അണ്ടറിലാണ്. ആ ട്രസ്റ്റിൽ നിങ്ങൾക്ക് എന്തുണ്ട്, താമസം ലഭിക്കും. താമസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ റെയിൽവേ ടിക്കറ്റ് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടയറിംഗ് റൂം റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും. ഞാൻ പറഞ്ഞത് 1 ഡേ എക്സ്പ്ലോർ ചെയ്യാൻ, 1 ഡേ ഉള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അജ്മീറിലേക്ക് പോകുന്നവരാണ് എങ്കിൽ, ഞാൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്
നമ്മുടെ ഒരു താമസത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ്. ഇത് അജ്മീർ ദർഗാ ഷെരീഫ് എന്ന് പറയുന്ന ആ പുണ്യസ്ഥലത്ത് നമുക്ക് അവരുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് താമസം ലഭിക്കും. ഇത് ഫോൺ ചെയ്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റേറ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, റൂം കിട്ടും. ഇനി അവിടെ ഇഷ്ടംപോലെ റൂമുകളുണ്ട്, പക്ഷേ ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. നമ്മുടെ നാവ് എങ്ങനെയാണോ പേശാൻ കഴിയുന്നത്, ബാർഗെയിനിങ് ചെയ്യാൻ കഴിയുന്നത്, അതുപോലെ ആയിരിക്കും ഇത്തരത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ സ്റ്റേ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ മോശപ്പെട്ട രീതിയിലുള്ള സ്റ്റേകളുണ്ട്, അതായത് തീരെ വൃത്തിയില്ലാത്ത, അത്യാവശ്യം നല്ല വൃത്തിയുള്ളതുണ്ട്. ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ആയിരുന്നു. കാരണം ഞാൻ ഒരു ഒറ്റ ദിവസം മാത്രമാണ് അജ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി ഞാൻ പുഷ്കറിലേക്ക് പോവുകയായിരുന്നു. പുഷ്കറിൽ നിന്ന് ഞാൻ ചിത്തോർഘട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡേ അല്ലെങ്കിൽ 2 ഡേ ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റെയിൽവേ റിട്ടയറിംഗ് റൂം നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേ റിട്ടയറിംഗ് റൂമിൻ്റെ. വളരെ വിശാലമായിട്ടുള്ള റൂമുള്ള, ഇനി ബെഡ് സ്പേസ് വേണമെങ്കിൽ അതുള്ള അത്തരത്തിലുള്ള റൂമുകൾ റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ കിട്ടും. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയതിനു ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് ആ ഡേറ്റ് വെച്ചിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് റിട്ടയറിംഗ് റൂം എടുക്കാം. മൊബൈലിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിച്ചാലോ ഒന്നും എടുക്കില്ല. ഡയറക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റൂം നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏകദേശം കോസ്റ്റും കാര്യങ്ങളാണ്. ഇതാണ് ആ ബിൽഡിംഗ്, ഇവിടെയാണ് താമസം. ഇതിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് ദർഗാ ഷെരീഫ് ഉള്ളത്. അത് മാത്രമല്ല, അവിടെ തന്നെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. നമ്മുടെ ചെരുപ്പ് കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന, ഒതന്റിക് ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈ ക്ലോക്ക് റൂമും ഈ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നേരെ നമ്മൾ ഗേറ്റ് കയറി ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അക്ബരി മസ്ജിദ്. നമ്മൾ ദർഗാ ഷെരീഫിലേക്ക് കയറുന്നതിന് മുമ്പ് വലത് സൈഡിലായിട്ടുള്ള അക്ബരി മസ്ജിദാണ്. ഇതൊക്കെ എല്ലാവരും കയറുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെയൊക്കെ നിർമ്മിതി, ഇതിൻ്റെയൊക്കെ ചരിത്രം ഒക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കയറിയിട്ട് ഈ മുഴുവനായിട്ട് മാർബിളിൽ, അത്രയും മനോഹരമായിട്ടുള്ള മാർബിളിൽ കൊത്തുപണി എടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മസ്ജിദ്. ഇതിൻ്റെയൊക്കെ ചരിത്രം അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഇത് കാണുകയാണെങ്കിൽ വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. ഞാൻ ഒരു മഗ്‌രിബ് നിസ്കാരൻ്റെ സമയത്തോടു കൂടെയാണ് ഞാൻ ഈ അക്ബരി മസ്ജിദിലെത്തിയത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും നല്ല മനോഹരമായിട്ട് തൊപ്പിയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോട്ടിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ചുള്ളന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. ജന്മം ചെയ്താൽ നിങ്ങൾ അവരോട് ഒരു ഗ്ലാസ് വെള്ളം എവിടെയാ കിട്ടുക എന്ന് പോലും നിങ്ങൾ അവരോട് ചോദിക്കരുത്. അവർ നിങ്ങളെ നേരെ കൊണ്ടുപോകുന്നത് അവരെല്ലാം കാണിച്ചു തരും. എല്ലാം അവർ നിങ്ങളെ കാണിച്ചു തരും. അവരുടേതായിട്ടുള്ളൊരു ഏജന്റ് ഉണ്ടാവും. അവരുടെ അടുത്ത് കൊണ്ടു ചെന്നിട്ട് അവർ പ്രാർത്ഥനയും കാര്യങ്ങളും ആയിരിക്കും. അവരുടെ ഫൈനൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ക്യാഷ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ദർഗേൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹൗല് കാര്യങ്ങളെല്ലാമാണ്. ഇത്തരത്തിൽ തൊപ്പിട്ട ആളുകളെ വിശ്വസിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ഒരു മനോഹരമായ കവാലി ഇപ്പോഴും രാജസ്ഥാനിലുണ്ട്. മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന കവാലി അത് വളരെ മനോഹരമാണ്. 2, 3, 4 സ്ഥലങ്ങളിലായിട്ട് മനോഹരമായിട്ടുള്ള കവാലികൾ നടക്കും. അവിടെ നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ എന്താ പറയുക, സദക്കയായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നതൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ ചരിത്രം അറിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ്. 2 ഡഗ് വലിയ പാത്രങ്ങളുണ്ട്. അക്ബർ കൊടുത്ത പാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ അതിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതിൽ മധുരങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാ ദിവസവും അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതേപോലെയുള്ള കാര്യങ്ങൾ. ഇതിനേക്കാൾ വലിയ വേറൊരു ഡഗ് ഉണ്ട്. എൻ്റെ മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും. ഈ ചെറുതിൽ മാത്രമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, അവർ ആ മധുര പലഹാരം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തീ കൊടുക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. ഇത് കൂടാതെ അജ്മീറിലുള്ള അതല്ലെങ്കിൽ ദർഗയ്ക്കടുത്ത് നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, നിങ്ങൾ ദർഗ കാണാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരൊറ്റ ആളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത് എന്നുള്ളതാണ്.
കാരണം അവരോട് അറിയാതെ ഒരു വഴി പോലും നിങ്ങൾ ചോദിക്കരുത്. അവർ നേരെ കൊണ്ടുപോകുന്നത് നമ്മളെ എന്താ പറയുക മറ്റൊരു ലോകത്തേക്കായിരിക്കും, അല്ലെ മറ്റൊരു ആളുകളുടെ അടുത്തേക്കായിരിക്കും. അവരിവിടെ ഏജന്റ് ആയിരിക്കും. നിസാമുദ്ദീൻ ഗേറ്റിന്റെ മുമ്പിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്, അതല്ലെങ്കിൽ അതിൻ്റെ മുൻവശമാണ്. ഇതേപോലെ ഫ്ലവറുകൾ കുറേ വെച്ചിട്ട് അവിടെ എന്താ പറയുക ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വലിയൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതും ചെയ്തിട്ടില്ല. ഇത്രയൊക്കെയാണ് അജ്മീറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈയും. ബൈ.